നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും സെർച്ച് ചെയ്തു പോകുന്നത് ട്രാവൽ വ്ളോഗർമാരുടെ രസകരമായ വ്ളോഗുകളാണ്. വളരെ രസകരമായി ഓരോ സ്ഥലത്തെക്കുറിച്ചും അവിടുത്തെ നിർണായകമായ കെട്ടിടങ്ങളെക്കുറിച്ചും ചരിത്ര പ്രസക്തിയെക്കുറിച്ചുമൊക്കെ വിവരിക്കുന്ന വീഡിയോകൾ ധാരാളമുണ്ട്. മലയാളികളും അങ്ങനെ ധാരാളം ചെയ്യുന്നുണ്ട്. നമ്മുടെ സുജിത് ഭക്തനൊക്കെ അങ്ങനെ വീഡിയോ ചെയ്ത് സുപരിചിതനാവുകയും ഫേമസ് സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് ഉയരുകയും ചെയ്ത മനുഷ്യരാണ്. അവരൊക്കെ സഞ്ചരിക്കുന്ന രീതിയൊക്കെ കാണുമ്പോൾ നമുക്കും തോന്നും ഒന്ന് സഞ്ചരിക്കുന്നത്. പക്ഷേ തൊട്ടാൽ പൊള്ളുന്ന യാത്രാ ചെലവൊക്കെ ആയതുകൊണ്ട് നമ്മൾ പലപ്പോഴും പോകാറില്ല. അവർ പോകുന്നു, വീഡിയോ നമ്മൾ കാണുന്നു. ഈ സഞ്ചാരം അല്ലെങ്കിൽ ആ ടി വിയിലൊക്കെ വരുന്ന ഷോകളും നമ്മൾ കാണുന്നത് അത്തരം ഇൻഫോടൈൻമെൻറ്റ് വിഷയങ്ങളായതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ചേലാമ്പ്ര സ്വദേശിയായ പി ദിർഷാദ് എന്ന 31കാരൻ ഒരു അതിഭീകരനായ വ്ളോഗറാണ്. വളരെ മികവുള്ള ഒരു വ്ളോഗറാണ്. ധാരാളം യാത്രകൾ നടത്തി, അഡ്വഞ്ചർ സാഹസിക യാത്രകൾ നടത്തി എന്നെയും നിങ്ങളെയുമൊക്കെ ത്രസിപ്പിച്ചിരുന്ന, ഒരുപാട് അറിവുകൾ പകർന്നു തന്നിരുന്ന ദിർഷാദിനെ ഈ ജൂലൈ 26 മുതൽ കാണാനില്ല. തിരോധാനം. അദ്ദേഹത്തെ കാണാൻ ഇല്ല എന്നാണ് വാർത്തകൾ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ തേഞ്ഞിപ്പാലം പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ ദിർഷാദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ദിർഷാദിൻ്റെ ആഫ്രിക്കൻ യാത്രയൊക്കെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട സംഭവമാണ്. അവിടെ ഏകദേശം 9 കിണറുകൾ ഈ ദിർഷാദിൻ്റെ നേതൃത്വത്തിൽ കുഴിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ചുമ്മാ പോയി റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ ഷെയറുകൾ കൂടുതൽ കിട്ടാൻ, ഫോളോവേഴ്സിനെ കൂടുതൽ കിട്ടാൻ വേണ്ടി വീഡിയോ ചെയ്യുന്ന, വ്ളോഗ് ചെയ്യുന്ന വ്യക്തിയല്ല ദിർഷാദ്. എന്തെങ്കിലും പറയാനുണ്ടാകണം, ആ യാത്രയ്ക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടാകണം, അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ഒന്നും രണ്ടുമല്ല, 10 ലക്ഷത്തോളം ആളുകളാണ് ദിർഷാദിനെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല വരുമാനമൊക്കെയുള്ള ഒരു വ്ളോഗറാണ് പി ദിർഷാദ് എന്ന് നമുക്ക് മനസ്സിലാകും. ദിർഷാദ് ഇക്കഴിഞ്ഞ ജൂലൈ 6-ാം തീയതി വീട്ടുകാരോട് പറഞ്ഞു, ഞാൻ അസമിലേക്ക് പോവുകയാണ്, ഒരു യാത്ര ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. സ്വാഭാവികമായും വീട്ടുകാർക്കറിയാം, എവിടെ പോയാലും ജോലി ചെയ്യാൻ പോകുന്നു, തിരിച്ചു വരുന്നു, വ്ളോഗ് ചെയ്യുന്നു, തിരിച്ചു വരുന്നു, അതാണല്ലോ പതിവ്. പക്ഷേ ജൂലൈ 26 വരെ ദിർഷാദിനെ ഫോണിൽ ലഭ്യമായിരുന്നു. അപ്പോൾ തന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ തോന്നിയിരിക്കണം. ജൂലൈ 26-ന് ശേഷം ഫോണിൽ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. പോലീസുകാർ പറയുന്നത് ഒരുപക്ഷെങ്കിൽ പഴയ സിം കാർഡ് അദ്ദേഹം ഉപേക്ഷിച്ചിട്ട് പുതിയ സിം കാർഡ് എടുത്തിരിക്കാം എന്നാണ് സംശയം. പുതിയ നമ്പറിന് വേണ്ടി പോലീസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ജൂലൈ 26 ആകുമ്പോൾ ഇന്ന് 28 ആകുന്നതേ ഉള്ളൂ. ഇതിനകം തന്നെ സോഷ്യൽ മീഡിയ മുഴുവൻ ദിർഷാദിനെ കുറിച്ചുള്ള കാർഡുകളും മിസ്സിംഗ് വാർത്തകളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞിട്ടുണ്ട്. മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലും പത്രങ്ങളിലുമൊക്കെ വാർത്ത വരികയും ചെയ്തു. അപ്പോൾ ദിർഷാദിനെ കാണാനില്ല എന്ന് പറഞ്ഞ് രക്ഷിതാക്കൾ തേഞ്ഞിപ്പാലം പോലീസിനെ സമീപിക്കണമെങ്കിൽ അവർക്ക് ദിർഷാദിൻ്റെ മിസ്സിംഗ്, അതായത് കാണാതാകുന്നതിന് തൊട്ട് മുമ്പ് ലഭിച്ച ഫോൺ സന്ദേശങ്ങളിൽ നിന്ന്, ഫോൺ സംഭാഷണങ്ങളിൽ നിന്ന് എന്തെങ്കിലും അസ്വാഭാവികമായി തോന്നിയിരിക്കണം. എന്തിനാണ് ദിർഷാദ് മൊബൈൽ ഫോൺ ഓഫാക്കി പുതിയ സിം എടുത്തത് എന്നത് വേറൊരു ചോദ്യം. ദിർഷാദ് അസമിലേക്ക് പോയത് എന്തിനാണ്? യാത്ര മാത്രമാണോ? അദ്ദേഹത്തിന് അവിടുത്തെ സ്പോൺസേഴ്സ് ആരായിരുന്നു? ആരാണ് അദ്ദേഹത്തിന് അവിടെ ഗൈഡ് ആരാണ്? ഇതൊക്കെ അന്വേഷണ പരിധിയിൽ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരുപക്ഷെങ്കിൽ 2 ദിവസം ഈ മൊബൈൽ റേഞ്ചൊന്നും ഇല്ലാത്ത ഏതെങ്കിലും സ്ഥലത്ത്, അസമിലെ വനമേഖലയിലോ, പിന്നെ മാവോ ഭീകരതയൊക്കെയുള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ, നക്സൽ ഭീകരതയുള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ. പിന്നെ പശ്ചിമ ബംഗാളിൽ നിന്ന് ആളുകൾ, പശ്ചിമ ബംഗാളിലെ പോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് ആളുകൾ ധാരാളമായി കുടിയേറുന്ന പ്രദേശമാണ്. പിന്നെ അവിടെ തന്നെ ഏറ്റവും അധികം SIRലൊക്കെ ഏറ്റവും ആളുകളെ വെട്ടിമാറ്റിയത് അവിടെയാണ്, അസമിലാണ്. അവിടെയാണ് ഇന്ത്യയുടെ ഐഡൻറ്റിറ്റി ക്രൈസിസ് നടക്കുന്ന സ്റ്റേറ്റ് അസമാണ്, BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ ദിർഷാദ് എന്ന് പേരുള്ള ചെറുപ്പക്കാരൻ വ്ളോഗ് ചെയ്യാൻ പോകുമ്പോൾ ദിർഷാദിനെ ഏതൊക്കെ കണ്ണുകളാകും ഫോളോ ചെയ്തിരുന്നത്? ഒന്ന്, അവിടുത്തെ ഭരണകൂടത്തിൻ്റെ കണ്ണുകൾ. പേരുകൊണ്ട് ദിർഷാദ് ഇസ്ലാം മതത്തെ പ്രതിനിധീകരിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ദിർഷാദിനെ അവർ നോക്കിയിരിക്കാം. പിന്നെ ഈ ബംഗാളിൽ നിന്നുള്ള കുടിയേറ്റം തടയുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഇനി അങ്ങനെ ഏതെങ്കിലും ഗാങ്ങുകൾക്കകത്ത് പെട്ടുപോയോ, അങ്ങനെ എന്തെങ്കിലും അപകടം പിടഞ്ഞോ, അതോ മൊബൈൽ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണോ? ഏതായാലും സംസ്ഥാന പോലീസും സംസ്ഥാന സർക്കാരുമൊക്കെ ദിർഷാദിനെ കണ്ടെത്തുന്നതിൽ ഊർജ്ജസ്വലമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. തേഞ്ഞിപ്പാലം പോലീസും അതുപോലെ തന്നെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ദിർഷാദ് പരിക്കുകളും അപകടങ്ങളൊന്നും ഇല്ലാതെ വളരെ സന്തോഷവാനായി തിരിച്ചു വരട്ടെ. അസമിലെ മനോഹരമായ ഒരു വീഡിയോ നമുക്ക് ഏവർക്കും വേണ്ടി സമർപ്പിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശംസിക്കാം.